സെക്രട്ടറി എം പി പറഞ്ഞത് പരമാവധി 5 ദിവസം അതിന് മുന്നേ അയക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്രട്ടറി പറഞ്ഞാൽ അവർ ചെയ്യുന്ന സേവനം, ഈ സർക്കാരിന് ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ച് അവരെ ഒരു വിലയിരുത്താൻ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി സർക്കാർ തലത്തിൽ വരണം. അത് വന്നാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാം കൃത്യമായി അവരുടെ ദൗത്യം നിർവഹിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര നഗരസഭയിൽ ഒരു വ്യത്യസ്തമായൊരു സമരം നടന്നു, അല്ലെങ്കിൽ ഒരു പ്രതിഷേധം നടന്നു. സെക്രട്ടറിക്ക് മുന്നിലായിരുന്നു ആ പ്രതിഷേധം. ഈ പ്രതിഷേധം നടത്തിയതായിക്കട്ടെ അവിടുത്തെ ഒരു വാർഡ് കൗൺസിലറായ പ്രവീൺ എന്ന വ്യക്തിയാണ്. നമുക്ക് എന്തിനായിരുന്നു ഈ സമരമെന്നും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സെക്രട്ടറിക്ക് മുന്നിൽ തന്നെ ഇത്തരമൊരു സമരം നടന്നെന്നും പ്രവീണിനോട് തന്നെ ചോദിക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തായിരുന്നു ഇങ്ങനൊരു വ്യത്യസ്തമായൊരു സമരത്തിലേക്ക് പോകാൻ കാരണം? ഞാൻ കഴിഞ്ഞ 10 വർഷക്കാലമായി നെയ്യാറ്റിൻകര നഗരസഭയിലെ കൗൺസിലറാണ്. എൻ്റെ വാർഡിലെ വികസന പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ ഞാൻ ഇത്തരത്തിൽ സമരങ്ങൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ കൗൺസിലിലും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ പ്രശ്നമെന്ന് പറയുന്നത് 2 കോടിയുടെ വലിയൊരു പ്രോജക്റ്റ്. അത് നെയ്യാറ്റിൻകര നഗരസഭയിൽ ഒന്നടങ്കം ഒരു വലിയൊരു ടൂറിസത്തിന് തുടക്കം കുറിച്ച്, ടൂറിസം പ്രോജക്റ്റിന് തുടക്കം കുറിക്കുന്ന ഒരു വലിയൊരു പദ്ധതിയാണ് അമരവള പഴയ പാലം മുതൽ പാലക്കടവ് വരെ നെയ്യാർ ബ്യൂട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന നഗരസഞ്ചയയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപ അനുവദിച്ചിട്ട് 2 വർഷമായി. 2 വർഷക്കാലമായി നമ്മുടെ ഉദ്യോഗസ്ഥരെ ഞാൻ നിരന്തരം സമീപിക്കാറുണ്ട്. അത് എന്തായി? അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് അവർക്ക് ഇതിൻ്റെ പ്രോജക്റ്റ് തയ്യാറാക്കാൻ അറിയത്തില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നെയ്യാറ്റിൻകര നഗരസഭാ ചെയർമാൻ ഇടപെട്ട് നെയ്യാറ്റിൻകര നഗരസഭാ കൗൺസിലിൻ്റെ അറിവോടുകൂടി ഈ പ്രോജക്റ്റിൽ നിന്ന് 4 ലക്ഷം രൂപ ഹാബിറ്റേറ്റ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് ഇതിൻ്റെ DPR തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തി. അവരെ DPRും അതിൻ്റെ DPR പ്രകാരമുള്ള പ്രൈസ് ലിസ്റ്റിലാക്കി ഇവർക്കതിൻ്റെ എല്ലാ രേഖകളും നെയ്യാറ്റിൻകര നഗരസഭ എഞ്ചിനീയറിംഗ്, അതായത് നമ്മുടെ AXC, അതായത് മുനിസിപ്പൽ എഞ്ചിനീയർക്ക് അത് കൈമാറി. അപ്പോൾ അവരത് ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ എന്ത് ചെയ്യണം, TSനായിട്ട് അയക്കേണ്ടത് CEക്കാണ്, SC ഓഫീസിലാണ്. SC ചീഫ് എഞ്ചിനീയർ. അപ്പോൾ അവർ ഇതിനെ അവർക്കൊരു ഇത് കമ്പ്യൂട്ടറിലാക്കി അങ്ങൊന്ന് അയച്ചു കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. 6 മാസക്കാലമായി അതിനെ വെച്ചിങ്ങനെ ചവിട്ടി പിടിക്കുകയാണ്. ഇത് ഒരു ഗൂഢമായ നെയ്യാറ്റിൻകരയ്ക്ക് ഇനി വികസനങ്ങൾ വരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആരോ ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നുവെന്നാണ് ഇവരിങ്ങനെ ഇത് യാതൊരു കാരണവുമില്ലാതെയാണ് അവരിതിനെ പിടിച്ച് വെച്ച് കൊണ്ടുപോകുന്നത്. അത് എന്തിനാണെന്ന് അറിഞ്ഞൂടാ. അത് എത്രയും പെട്ടെന്ന് ആ പദ്ധതി നടപ്പിലാക്കിയാൽ കാര്യമെന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം പോലുള്ള വിഴിഞ്ഞ ഹാർബർ വരുമ്പോൾ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന ഒരു ഹബ്ബാണ്. ഇവിടെ ഒരാൾ നെയ്യാറ്റിൻകരയിൽ വന്നാൽ നമ്മൾ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നെയ്യാറ്റിൻകരയിൽ വന്നാൽ അവർ ഇവിടെ ബിസിനസ് കാര്യമായിട്ട് ബന്ധപ്പെട്ട് വിഴിഞ്ഞ ഹാർബർ വരുമ്പോൾ ഒരു ബിസിനസ് കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നെയ്യാറ്റിൻകര വന്നൊരു റൂം എടുത്തു. അവർക്ക് ഇടവേളകൾ ചിലവഴിക്കാൻ ഇവിടെ ഒന്നുമില്ല, ഒരു സിനിമാ തിയേറ്ററില്ല, വേറെ ഒന്നുമില്ല. നെയ്യാറ്റിൻകര ഏറ്റവും പഴക്കം ചെന്ന മുനിസിപ്പാലിറ്റി ആണെങ്കിലും ഇപ്പോഴും പഴയതായിട്ട് തന്നെ ഇരിക്കുന്നു, പുതിയതായിട്ടില്ല. അത് പുതിയതാക്കാൻ വേണ്ടിയുള്ള വലിയൊരു പ്രോജക്റ്റാണ്. കുറേ കാല കൗൺസിലിന് ശേഷം ഈ കൗൺസിലിൽ ഇത് വരിക. അത് കൃഷ്ണപുരം നെയ്യാറിനെ നമ്മൾ ഇതുവരെയ്ക്കും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. നെയ്യാർ വലിയൊരു ടൂറിസത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നെയ്യാറിനെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് ഈ നെയ്യാർ ബ്യൂട്ടിഫിക്കേഷൻ്റെ DPR ഹാബിറ്റേറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് ബോട്ട് ടൂറിസം ഉൾപ്പെടെ ആ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ബോട്ട് ടൂറിസം, വെഡ്ഡിങ് ഡെസ്റ്റിനേഷൻ എന്നീ പദ്ധതി വളരെ ബൃഹത്തായ പദ്ധതികളാണ് ഇതിന് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് തുടക്കമാണ് 2 കോടി. ഇനിയും ഒരുപാട് ഫണ്ടുകൾ അവിടെ വന്നുകൊണ്ട് നെയ്യാറ്റിൻകര ഒരു 5 വർഷം കഴിയുമ്പോൾ നെയ്യാറ്റിൻകര ഈ മേഖല ഏറ്റവും വലിയ നമ്മുടെ ആ പഴയ പാലമില്ലേ, ടോൾ ജംഗ്ഷനിൽ പഴയ പാലം ഏറ്റവും വലിയ ടൂറിസ്റ്റ് മേഖലയായി ഇത് മാറുമെന്നതിൽ യാതൊരു സംശയം വേണ്ട. അതിനെ ഈ ഉദ്യോഗസ്ഥർ ചേർന്ന് അട്ടിമറിക്കുകയാണ്. അത് കണ്ണടച്ചുകൊണ്ട് ഇരിക്കാൻ എന്നെപ്പോലുള്ളൊരു ജനപ്രതിനിധിക്ക് കഴിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായ, അതായത് ജനങ്ങൾ ശ്രദ്ധിക്കുന്ന രീതിയിൽ, അധികാരികൾ ശ്രദ്ധിക്കുന്ന രീതിയിൽ, ഇവരെ മുകളിൽ ഉദ്യോഗസ്ഥരുണ്ടല്ലോ അവരെല്ലാം ശ്രദ്ധിക്കുന്ന രീതിയിൽ ഇത്തരത്തിലൊരു സമര പരിപാടി ഞാൻ നടത്തിയത്. ഈ സെക്രട്ടറിക്ക് മുന്നിൽ സാധാരണ ഈ പറഞ്ഞ 6 മാസം ചേട്ടൻ പറയുന്നുണ്ട്, സെക്രട്ടറി ചേംബറിൽ കിടന്ന് പ്രതിഷേധിക്കാമെന്ന് തോന്നാനുള്ള അങ്ങനെ ഒരു ആശയം തോന്നാനുള്ള കാരണം? അത് ഒരു ആശയമല്ല, അതൊരു സമരമുറയാണ്. എൻ്റെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഗാന്ധിജി വ്യത്യസ്തമായ ഉപ്പ് സത്യാഗ്രഹം മുതൽ വിവിധ സമരമുറകൾ, ബ്രിട്ടീഷുകാരുടെ മുന്നിൽ സമാധാനപരമായ സമരമുറകൾ, ആയുധപരമോ കായികപരമായോ അല്ല, കായികപരമായ ഒരു സമരമല്ല, ഇതൊരു സമാധാന അഹിംസ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ആരെയും ഉപദ്രവിക്കാതെ അധികാരികളുടെ കണ്ണിൽ ശ്രദ്ധ ചെലുത്തുന്ന ഇത്തരത്തിൽ വ്യത്യസ്തമായ സമരപരിപാടി എല്ലാവരും ഇപ്പോൾ സെക്രട്ടറി ചെന്ന് ഉപരോധിക്കുന്നു. അപ്പോൾ വ്യത്യസ്തമായ സമരപരിപാടികൾ ചെയ്യുമ്പോൾ ഇത് കൂടുതൽ പബ്ലിസിറ്റി കിട്ടി ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയും അതിൽ പ്രകാരം ഇത്
ഈ പദ്ധതി എത്രയും സ്പീഡപ്പായി നടത്തുവാൻ അധികാരികളിൽ നിന്ന് ഈ താഴെക്കിടയിലുള്ള ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശം നൽകുവാൻ കൂടിയാണ് ഇത്തരത്തിലുള്ള സമരമുറ പ്രയോഗിച്ചത്. ഈ പലപ്പോഴും വ്യത്യസ്തമായ സമരങ്ങളുടെ ശ്രദ്ധ നേടിയ ഒരാളാണ് ഗ്രാമപ്രവേശനം എന്ന കൗൺസിലർ. ഇതിന് മുന്നൊരു റാന്തൽ പിടിച്ചുകൊണ്ടൊരു സമരം ഉണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെയായിരുന്നു. അതായത് വഴിവിളക്കിൻ്റെ പേരിലോട് അവസാനം റാന്തൽ പിടിച്ചുള്ള സമരം. ഈ സമരങ്ങളെല്ലാം പലപ്പോഴും മറ്റൊരാൾ ചിന്തിക്കാത്ത തരത്തിലേക്ക് മാറുന്നുണ്ട്. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം കിടന്ന് പ്രതിഷേധിക്കുക, അതുപോലെ റാന്തൽ ഉയർത്തി പ്രതിഷേധിക്കുക. ഇതെങ്ങനെയാണ് ഈ ഒരു ഐഡിയ കിട്ടുന്നത്? ഇങ്ങനെ ഒരു ഐഡിയ കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. സമാധാനപരമായി ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന സമരങ്ങൾ നടത്തുന്നത് ഒരു കോൺഗ്രസ്സുകാരൻ്റെ ധർമ്മമാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമായിരിക്കാം എൻ്റെ തലയിൽ ഇങ്ങനെ ഉദിക്കുന്നതും. അത് കൂടുതൽ മൈലേജ് കിട്ടുന്ന ആ സമരം ശ്രദ്ധിക്കപ്പെടുന്നത് ശ്രദ്ധിക്കപ്പെടുന്ന ആ വിഷയമാണ്. ഒരു വിഷയം വരുമ്പോൾ അതിനനുസൃതമായ രീതിയിൽ സമരമുറ പ്രയോഗിക്കുമ്പോൾ മാത്രമേ ആ വിഷയത്തിന് കൂടുതൽ ഗൗരവം ഉണ്ടാവും. അതാണ് ഇതിൻ്റെ പിന്നെ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു കൗൺസിലർ പറയുന്നതാണ്, അതായത് ഞാൻ 6 മാസം എൻ്റെ പിറകെ നടക്കുന്നുണ്ട്, എന്നിട്ട് ഒന്ന് നടക്കാഞ്ഞിട്ടാണ് സമരം ചെയ്യുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥയോ? വളരെ ദയനീയമാണ് കേട്ടോ. അവർ നഗരസഭയിൽ കയറി ചെരുപ്പ് തേങ്ങിയ അവസ്ഥയാണ്. അതുണ്ടാകാൻ പാടില്ല. അത് സാധാരണക്കാരന് അവർക്കും കൂടെ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സമരം നടത്തിയത്. കാര്യം സാധാരണക്കാരുടെ അവസ്ഥ, നിങ്ങൾ ജനപ്രതിനിധിയായ എനിക്ക് ഈ അവസ്ഥയാണെങ്കിൽ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതിന് മാറ്റം വരണം. ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ അവരുടെ കീഴിലൊരു മോണിറ്ററിംഗ് രീതിയിലുള്ള ഭരണ സംവിധാനം ഈ ഭരണ മേഖലയിൽ ഉണ്ടാവേണ്ട ആവശ്യകതയുണ്ട്. അവർക്ക് യൂണിയനുണ്ട്, അവരെ സഹായിക്കാൻ വ്യത്യസ്തമായ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളുണ്ട്. അതൊന്നും പാടില്ല. അവരുടെ മോണിറ്ററിംഗ് അനുസരിച്ച് അവരുടെ പ്രൊമോഷൻ നൽകിയാൽ ഇതിനെല്ലാം മാറ്റം വരുമെന്നാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അവരുടെ വയസ്സും പ്രായവും നോക്കി അവർക്ക് പ്രൊമോഷൻ കൊടുക്കരുത്. അവർ ചെയ്യുന്ന സേവനം, ഈ സർക്കാരിന് ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ച് അവരെ ഒരു വിലയിരുത്താൻ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി സർക്കാർ തലത്തിൽ വരണം. അത് വന്നാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാം കൃത്യമായി അവരുടെ ദൗത്യം നിർവഹിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് നഗരസഭയിൽ ഇപ്പം ഒന്നും കാര്യക്ഷമമായി നടക്കുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. നഗരസഭയിൽ ഒന്നും നടക്കുന്നില്ല എന്നല്ല, നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ട്, ഇതിന് അവസാന നിമിഷം അട്ടിമറിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എല്ലാവരും ഒരേ കാഴ്ചപ്പാടോടെ നമ്മൾ കാണേണ്ടതില്ല. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി പോകും. അവിടെ ആരെയും ഇപ്പോൾ നമ്മുടെ കേസ് മാർട്ടിലോട്ട് മാറിയിട്ടുണ്ട്. കേസ് മാർട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മൂക്കിൽ ഇങ്ങനെയും തൊടാം, വളച്ചും തൊടാം. ഇപ്പോൾ ഞാനത് കേസ് മാർട്ടിനെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ ഇങ്ങനെ തൊടേണ്ട അവസ്ഥയാണ്. നമുക്ക് മൂക്കിൽ ഇങ്ങനെ തൊടുന്നതിന് വരാൻ വളച്ചു തൊടേണ്ട അവസ്ഥയാണ് കേസ് മാർട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തം നിറഞ്ഞ ഭരണ പരിഷ്കാരങ്ങൾ ഒഴിവാക്കി ഇതിനെ സുതാര്യമാക്കണം. സാധാരണക്കാരന് ഇത് ഉപയോഗിക്കാൻ കണക്കിന് ഇത് സുതാര്യമായി സാധാരണക്കാരന് അത് മനസ്സിലാക്കി ഉപയോഗിക്കാൻ കണക്കിന് സാധാരണക്കാരെ പഠിപ്പിക്കണം. സാധാരണക്കാർക്ക് അറിഞ്ഞൂടെ എന്താണ് കേസ് മാർട്ട്, എന്താണ് ഇതിൽ ഈ പരാതി കൊടുത്ത എന്താണ്, അല്ലെങ്കിൽ വേറൊരു അപേക്ഷ കൊടുത്ത എന്താണ്. അവൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള സംവിധാനങ്ങളാണ് വരേണ്ടത്. അത് സാധാരണക്കാരനെ ആണ് നമ്മുടെ സർക്കാർ ഓഫീസുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. വലിയവന് ഉപയോഗിക്കേണ്ട കാര്യമല്ലല്ലോ. വലിയ ആളുകൾക്കും സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവർക്കും ഓഫീസുകൾ അവർ കയറി ഇറങ്ങാം. സാധാരണക്കാരാണ് കൂടുതൽ. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് തൊട്ട് താഴോട്ട് വരുന്ന ജനങ്ങളാണ് കൂടുതൽ ഈ മുനിസിപ്പാലിറ്റി സർക്കാർ ഓഫീസുകൾ കൂടുതൽ ആശ്രയിക്കുന്നത്. മറ്റുള്ളവരൊന്നും ഇതിലോട്ട് വലുതായിട്ട് വരുന്നില്ല. അവർക്കിതൊന്നുമല്ല. അവർ ആരെങ്കിലും ഏജൻസി വെച്ചോ ആരെങ്കിലും വെച്ച് ചെയ്യുന്നു. സാധാരണക്കാരും അവർക്ക് അതിൻ്റേതായ രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത്. ഇപ്പോൾ നല്ലൊരു ചേട്ടൻ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഒരു കൗൺസിലർ എന്നതിൽ പോലും 6 മാസം എടുക്കുന്നു. നിലവിൽ നഗരസഭയ്ക്ക് കീഴിൽ നടക്കുന്ന എല്ലാ പദ്ധതികളിലും അവസ്ഥ ഇത് തന്നെയാണോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 2 കോടി രൂപയുടെ നഗരസഭാ പ്രദേശങ്ങളിലെ വിവിധ റോഡുകളിൽ അറ്റകുറ്റപ്പണി ചെയ്യേണ്ട ഒരു വലിയ പ്രോജക്റ്റ് എസ്റ്റിമേറ്റ് എടുത്തു. ടെൻഡറായി ഈ ടെൻഡർ എടുത്ത കോൺട്രാക്ടർക്ക് സെലക്ഷൻ നോട്ടീസ് കൊടുത്ത് അവ എഗ്രിമെൻ്റ് വെച്ചു. പണി ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ അവർക്ക് ഈ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇനി പയ്യെ ചെയ്യാം, ഒന്നീ കാശില്ലെന്ന് പറയും. അങ്ങനെയൊന്നും അല്ല. അത് ഇവർ ഇതിനെ മറികടന്ന ഒരു കോൺട്രാക്ടർ എഗ്രിമെൻറ്റ് വെച്ച് ഒരു വർക്കിനെ സംബന്ധിച്ച് എഗ്രിമെൻറ്റ് വെച്ച് അവനൊരു കാലാവധി കൃത്യമായിട്ട് കൊടുക്കണം. ആ കാലാവധിക്കുള്ളിൽ ചെയ്തില്ലെങ്കിൽ അവനെ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അവനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി മാറ്റി നിർത്തണം. അങ്ങനെയുള്ള കോൺട്രാക്ട് അങ്ങനെ ഒരു സംവിധാനം പറഞ്ഞു. ഇത് ഒരു കോൺട്രാക്ട് എടുത്താൽ അവൻ മാർച്ച് മാസം വരെ കാത്തിരിക്കും. അടുത്ത പ്രോജക്റ്റ് മാർച്ച് മാസം വരെ കാത്തിരുന്നിട്ട് ആ മാർച്ച് മാസം തള്ളലാണ്. എന്തെങ്കിലും കാട്ടിക്കൂട്ടി വെച്ചിട്ട് പോവുക. അതാണ് അവൻ്റെ ഉദ്ദേശം. മനസ്സിലായില്ല? ആ സമയത്ത് എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ വർക്ക് ഉറപ്പിച്ച് കഴിഞ്ഞാൽ അവൻ ചെയ്യേണ്ട മാർച്ച് മാസമാണ്. മാർച്ച് മാസത്തിൽ ഈ ഉദ്യോഗസ്ഥരെല്ലാം ഓടി നടക്കുകയാണ് ഇങ്ങനെ.
കാര്യം അവർക്ക് എളുപ്പമാണ്, അവർക്ക് സൈറ്റുകളിലൊന്നും നിൽക്കേണ്ട ഒരു യഥാർത്ഥത്തിൽ ഓവർസിയർ മുതലുള്ള ഉദ്യോഗസ്ഥർ ആ സൈറ്റിൽ നിന്ന് വേണം ആ പണി ചെയ്യിപ്പിക്കുക. എന്നാൽ ആ പണിക്ക് ആ വർക്കിന് സുതാര്യത ഉണ്ടാവും, എല്ലാം ഭംഗിയായിട്ട് നടക്കും. പക്ഷേ അത് അവർക്ക് നനയ്ക്കാൻ സമയം കിട്ടുന്നില്ല. മാർച്ച് മാസത്തിൽ തന്നെ ഇപ്പോൾ കൃഷ്ണപുരം വാർഡിൽ നമുക്ക് തൊട്ടടുത്ത വാർഡിൽ ഇങ്ങനെ പറന്ന് പിടിച്ച് വർക്കാണ്. അപ്പോൾ മാർച്ച് മാസത്തിൽ ചെയ്യേണ്ട ഒരു സംവിധാനമായി നെയ്യാറ്റിൻകരയിലല്ല പൊതുവിൽ എല്ലാ പഞ്ചായത്തുകളിലും മാർച്ച് മാസം ചെയ്യാവുന്ന ഒരു ഉത്സവമായി ഈ കോൺട്രാക്ടർമാർ ഈ വർക്കുകൾ എടുക്കുകയാണ്. അത് നിർത്തണം. കാര്യം അവനൊരു കാലാവധി 15 ദിവസം എഗ്രിമെൻറ്റ് വെച്ച് 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസം അല്ലെങ്കിൽ 1 മാസം അതിനകത്ത് ആ വർക്കിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ചിലപ്പം കാലാവസ്ഥ അനുകൂലമായിരിക്കും, അതായത് പ്രോഗ്രസ് എന്താണെന്ന് അറിയിക്കണം. ചിലപ്പോൾ കാലാവസ്ഥ മോശമാണെങ്കിൽ നമുക്കത് നീട്ടിക്കൊടുക്കണം. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവാതെ ഈ വികസനങ്ങൾ പലതും അട്ടിമറിക്കുക. കാര്യം നമുക്കെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞാൽ ആ ഫണ്ട് വിനിയോഗിച്ചാൽ മാത്രമേ ഗവൺമെൻറ് തലത്തിൽ 100% നിങ്ങൾ കേട്ടിരിക്കുമല്ലോ, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, 100% ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത് അതിന് കണക്കിനുള്ള ഫണ്ടാണ് അടുത്ത് അനുവദിക്കുന്നത്. ഇപ്പോൾ നഗരസഭയെ സംബന്ധിച്ച് ഫണ്ട് വളരെ കുറവാണ്. കാര്യം ഇവിടെ ഇയർ കഴിയുമ്പോൾ 50-60% വർക്കിൻ്റെ പ്രോഗ്രസ്.